പ്രോഡക്റ്റ് കഴിക്കാൻ വേണ്ടി മേടിക്കുന്നു. നമ്മളൊരു കഴിക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് മേടിക്കുന്നു. ആ ചോക്ലേറ്റിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് നമ്മൾ ചെറിയൊരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എല്ലാവരുടെയും മെയിനായിട്ട്, അതായത് വാഹനത്തിൽ കയറുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം നമ്മുടെ ബ്രേക്ക്. അതായത് നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ വരുന്ന ബ്രേക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് ബ്രേക്കിൻ്റെ മെയിൻ ഘടകം, അതായത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG at Explore. നമുക്ക് നോക്കാം, നമ്മുടെ വാഹനത്തിൽ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് എവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് എവിടെയാണ് വരുന്നത് എന്നുള്ള ഫസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം ബോണറ്റ് ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാതെ. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ബ്രേക്ക് പെഡൽ വരുന്നതിൻ്റെ ബാക്കിലായിട്ടായിരിക്കും നോർമലി ഈ ബൂസ്റ്റർ വരാനുള്ള സാധ്യത. ബൂസ്റ്ററും നമ്മുടെ റിസർവ് ടാങ്ക്, അതായത് നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡും ഫില്ല് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി, അതായത് എന്താണ് ബ്രേക്ക് ഫ്ലൂയിഡ്. ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കെമിക്കൽ ലിക്വിഡാണ്. ആ ലിക്വിഡ്, എനിക്ക് കെമിസ്ട്രി ഞാൻ വളരെ വീക്കാണ് കെമിസ്ട്രിയിൽ, അതുകൊണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും തപ്പലായിപ്പോൾ നെറ്റ് നോക്കി എടുക്കേണ്ടി വരും. പക്ഷേ ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ബ്രേക്ക് ഫ്ലൂയിഡ് ഇപ്പം വരുന്നത് .3, .4 എന്ന് പറയുന്ന രണ്ട് മോഡൽസ് ഉണ്ട്. .5 ഉണ്ട്. .5 ഇപ്പം നമ്മുടെ നോർമൽ വെഹിക്കിൾസിനൊന്നും യൂസ് ചെയ്യാറില്ല. .4ഉം .3 ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. .3 എല്ലാവർക്കും അറിയാവുന്ന പോലെ ചുമല കളറായിരിക്കും, എന്നാൽ .4ലോട്ട് വരുന്ന സമയത്ത് അത് വൈറ്റ് കളർ ലിക്വിഡാണ് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ .4 ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്യാപ്പിലും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും .3 ആണോ 4 ആണോ. ഇതിൽ .3 ആണ് കൊടുത്തിരിക്കുന്നത്. 3യുടെ സ്ഥാനത്ത് 4 ഒടിച്ചാലും പ്രശ്നങ്ങൾ വരുന്നില്ല. നമുക്കിതിനകത്ത് നോക്കാൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പോൾ ചെറിയ രീതിക്ക് ഒരു യെല്ലോയിഷ് കളർ ആയിട്ടുണ്ട്. യെല്ലോയിഷ് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഏകദേശം അതിൻ്റെ പ്രോപ്പർട്ടി നശിച്ച് തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഞാനത് പറഞ്ഞാൽ മനസ്സിലായി. ബ്രേക്ക് ഫ്ലൂയിഡ് ശരിക്കും പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് പലരും പറയുന്ന പോലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ പെഡൽ താന്നു പോകുന്നുള്ള ഇഷ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കിട്ടാതെ വരുന്നു. അതായത് ബ്രേക്ക് പെഡൽ താഴുന്നുണ്ട്, പക്ഷേ ബ്രേക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ബ്രേക്ക് ഫ്ലൂയിഡാണ് ഇതിൻ്റെ എല്ലാ റോള് കളിക്കുന്നത്. ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന്, വാട്ടറിൻ്റെ കണ്ടൻറ്റ് അബ്സോർവ് ചെയ്യും. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്തുള്ള എയറിൻ്റെ കണ്ടൻറ്റിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം, അതായത് എല്ലാവർക്കും അറിയാം നമ്മുടെ എയറിനകത്ത് ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. ആ വെള്ളത്തിൻ്റെ അംശം ചെറിയ രീതിക്ക് ഇത് അബ്സോർവ് ചെയ്യും. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിന്. രണ്ടാമത്തെ കാര്യം, ഇത് ചൂടായി കഴിഞ്ഞാൽ, അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ ഇതിന് പറയുന്നുണ്ട്. ആ നിശ്ചിത ടെമ്പറേച്ചറിൽ നിന്നും കൂടുതൽ ഹീറ്റ് ആകുകയാണ്. ഇതിനൊരു സ്പെസിഫിക് ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചറിനെ കഴിഞ്ഞ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് തിളയ്ക്കും, ചൂടാകും. ചൂടാകുന്ന സമയത്ത് ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അബ്സോർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ചൂടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവൻ പതുക്കെ തിളയ്ക്കാൻ തുടങ്ങും. അന്നേരം വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കൂടെ കൂടുമ്പോൾ എയറിൻ്റെ അംശം ഇതിനകത്ത് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ബോയിലാകുന്ന സമയത്ത്, ചൂടാകുന്ന സമയത്ത് അങ്ങനെ എയറിൻ്റെ ബബിൾസ് ഉണ്ടായിട്ടാണ് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് കിട്ടാതെ പോകുന്നത്. ഇതിനകത്ത് എയറിൻ്റെ അംശം കയറുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് കൂടുതലും എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന ഹൈ റേഞ്ചിൻ്റെ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്താണ്. പൊതുവേ നമ്മുടെ ഹൈ റേഞ്ച് ഇറക്കം ഇറങ്ങി വരുമ്പോൾ മിക്ക ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് മൈലേജ് കിട്ടാൻ വേണ്ടി ടോപ്പ് ഗിയേഴ്സിൽ തന്നെ പോരും, അതായത് 4th 5th തന്നെ പോരും. അന്നേരം കൂടുതലും നമ്മുടെ ബ്രേക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രേക്ക് എപ്പോഴും യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് ഹീറ്റായിപ്പം. ബ്രേക്ക് യൂസ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, എപ്പോഴും ബ്രേക്കിൽ തന്നെ കാല് വെച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചൂടാകും. ബ്രേക്ക് ചൂടാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്, അതായത് നമ്മുടെ ഡിസ്കേ വരുന്ന ബ്രേക്ക് പാഡ്സ് വന്ന് കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക് പാഡ് ചൂടാവും. ഈ ബ്രേക്ക് പാഡ് ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ, ആ പിസ്റ്റൻ്റെ ബാക്കിലായിട്ട് തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നുണ്ട്. ആ ഫ്ലൂയിഡും ചൂടാവും. ഈ ഫ്ലൂയിഡിൻ്റെ ലൈൻസ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇവിടെ വരുന്ന ഈ ചെറിയ ലൈൻസ് എല്ലാം നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലൈനാണ്. ഈ ലൈൻസ് എല്ലാം ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തുള്ള ബ്രേക്കിൻ്റെ ഫ്ലൂയിഡും ചൂടാവും. അങ്ങനെ ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡ്സിനെല്ലാം 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ എന്നുള്ളൊരു കാലാവധി പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ചിലർ എന്നോട് ചോദിക്കും, ഇതെന്തുകൊണ്ട് ഞാൻ എൻ്റെ വാഹനം ആകെപ്പാട് ഓടിയിരിക്കുന്ന 2000 കിലോമീറ്റർ, പക്ഷേ 2 വർഷമായി, എന്തിന് മാറണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് കഴിക്കാൻ വേണ്ടി മേടിക്കുന്നു. നമ്മളൊരു കഴിക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് മേടിക്കുന്നു. ആ ചോക്ലേറ്റിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പയറി ഡേറ്റ് നോക്കും. ഏതൊരു പാക്കറ്റ് എടുക്കുകയാണെങ്കിലും എക്സ്പയറി ഡേറ്റ് നോക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ വാഹനത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് നമ്മൾ കൊടുക്കുന്നില്ല? അതായത് അതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ കറക്റ്റ് എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ അത് റീപ്ലേസ് ചെയ്യണം.
നമ്മുടെ വാഹനം നമ്മൾ നോക്കുന്ന പോലെ നമുക്ക് തിരിച്ചു തരും എന്നുള്ളതിന് ആ ഒരു പോളിസിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിക്ക് നമ്മുടെ വാഹനത്തിൽ കറക്റ്റ് റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് ഒരു കംപ്ലൈൻറ്റും വരുന്നതായിരിക്കത്തില്ല. എന്നാൽ ഈ റീപ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മുടെ വാഹനത്തിന് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്. ഇതിനകത്ത് ഞാൻ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊന്നും കാണിക്കാതെ എല്ലാവർക്കും അറിയാം, നമ്മുടെ നോർമൽ ബ്രേക്ക് വർക്ക് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അറിയാൻ പാടില്ലാത്ത കുറച്ചേറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബ്രേക്ക് എന്നുള്ള പറയുന്ന ഒരു ഘടകം, അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡാണ് അതിനകത്ത് ഏറ്റവും മെയിൻ. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റ് നമ്മൾ ഈ പറയുന്ന പോലെ 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 വർഷം കൂടുന്തോറും, അതിന് മുമ്പ് മാറിയാൽ ഒരു കുഴപ്പമില്ല, മാറി വിടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഈ ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തീരുന്നത് നമ്മുടെ ഫ്രണ്ട് ബ്രേക്കാണ്. പലരും പിന്നെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അതായത് എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഒരു 40,000 അല്ലെങ്കിൽ ഒരു 30,000 ആയപ്പോൾ മാറി, പക്ഷേ ബാക്കിലത്തെ ബ്രേക്കിന് കുഴപ്പമില്ല. അത് ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ഏറ്റവും കൂടുതൽ ഫോഴ്സ് വരുന്നത് അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഫ്രണ്ടിലാണ് വരുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫോഴ്സ് എല്ലാം കൂടെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. നമ്മളൊന്ന് ആരെങ്കിലും നമ്മുടെ പുറമെ നിന്ന് പിടിച്ച് വലിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്ന പോലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ലോഡ് മുഴുവൻ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പിടുത്തം വരുന്ന ഫ്രണ്ടിലാണ്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് തന്നെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഇത്രയും ഫോഴ്സ് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഫ്രണ്ടിലാണ്. ബാക്കിൽ ഫ്രണ്ടിൻ്റെ അത്ര എഫിഷ്യൻസി വരുന്നില്ല, എന്നാലും ബാക്കിൽ ബ്രേക്ക് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ബ്രേക്കിൻ്റെ എഫിഷ്യൻസി വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ബാക്കിലത്തെ അപേക്ഷിച്ച് പെട്ടെന്ന് തീരുന്നതിൻ്റെ പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഞാൻ എല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. കുറച്ച് റിപ്ലൈസ് കൊടുക്കാൻ ബാക്കിയുണ്ട്, അതെല്ലാം ഞാൻ ഉടനെ കൊടുക്കുന്നതായിരിക്കും. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്, എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.